എന്തിയെ ഇവിടെ ഒരാളുണ്ടായിരുന്നു, കാണാനില്ലല്ലോ രാവിലെ മുതല്. ആഹാ, ഇവിടെ ഇരിപ്പുണ്ടോ? എന്തുവാ ഈ ആലോചിച്ചിരിക്കുന്നെ? കുറേ സമയമായല്ലോ ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. മരുന്നൊന്നും കഴിക്കണ്ടായോ? മണി 9:30 കഴിഞ്ഞു. 9:30 10 പോകുന്നു. കുറേ നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട്. എന്തോ ഈ ആലോചിക്കുന്നത്? ഇതിന് മാത്രം ആലോചിച്ച് കൂട്ടാൻ എന്താ ഇരിക്കുന്നു? മക്കളെയൊക്കെ കെട്ടിക്കാനുണ്ടോ ഇനി? എന്നിട്ട് വന്ന് വല്ലതും കഴിക്കുക, മരുന്ന് കഴിക്കണം. വാ. ആലോചിക്കാൻ എന്തുമാത്രം കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പിള്ളേരുടെ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. ഒറ്റ ഒരെണ്ണം നമ്മളെ വിളിക്കുന്നില്ല. മറ്റേ കൂടെ കൂടെ വിളിക്കുമായിരുന്നു, രാവിലെയും വൈകിട്ടും എല്ലാം മക്കൾ വിളിക്കുമായിരുന്നു. എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ. അപ്പോൾ അവർക്ക് അപ്പനെയും അമ്മയൊന്നും വേണ്ട. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളായി, അവരുടേതായ രീതികളായി, അവർക്ക് മക്കളായി, ഉച്ചമക്കളായി. അപ്പം ഇനിയിപ്പം അപ്പനും അമ്മയും ഇല്ലെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റേ നേരത്തെ രാവിലെ വൈകിട്ടും വിളിച്ച് അച്ഛാ എങ്ങനെ ഉണ്ട്, എന്തുകൊണ്ട് വിശേഷം, അമ്മയ്ക്ക് എന്തുകൊണ്ട്, അച്ഛൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം പിന്നെ അതൊന്നും വേണ്ട അവർക്ക്. അവർ മനസ്സിലാക്കും ഇങ്ങനെ. അവർക്കും ഇതുപോലുള്ള പ്രായമൊക്കെ വരണം, എങ്കിലേ അറിയുള്ളൂ. എന്തോ ചെയ്യാനാ. പിന്നെ അവർ ആ ചടങ്ങ് പോലെ മാസം തോറും ശകലിച്ച് തീരും. എല്ലാം വന്നാൽ ഇപ്പം വന്ന് വേണ്ട, രാവിലെ വന്ന് അവർ വിവരങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നു. ആരാ? കാക്ക. ഒരു കാക്കയുണ്ട്, ഒരു പൂച്ചയുണ്ട്, ഒരു പട്ടിയുണ്ട്. അവർ ദിവസവും രാവിലെയും വൈകിട്ടും വന്ന് വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. മക്കൾക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെയാ, എന്തോ ചെയ്യാൻ. അതിപ്പം എന്തിനാ നമ്മളത് ആലോചിക്കുന്നേ? അവർക്കിപ്പം മക്കളായി, കൊച്ചുമക്കളായി, ഭാര്യയായി, കുടുംബമായി, അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള തത്രപ്പാടിൽ അവർ ഓടുക. നമ്മളും ഇങ്ങനെയായിരുന്നു. അന്ന് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. നമ്മൾ അധ്വാനിക്കുന്ന പൈസ മിച്ചം പിടിച്ച് അത് സൂക്ഷിച്ചു വെക്കാനോ, അത് എന്തുവാ, വേറൊന്നുമല്ല നമ്മൾ ചിന്തിച്ചത്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ബാക്കിയുള്ളവരെ കുറിച്ചാണ് ചിന്തിച്ചത്. നമ്മളൊരു നല്ല വസ്ത്രം ഇടാൻ മറന്നുപോയി, നല്ലൊരു ചെരുപ്പിടാൻ മറന്നുപോയി, മഴയും വെയിലും ഒന്നും കണക്കാക്കാതെ കിടന്ന് കഷ്ടപ്പെട്ടു. നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ എന്ത് കൊടുത്തു വിടണം, അല്ലേ നാളെ പുസ്തകം മേടിക്കാൻ പൈസ ഉണ്ടോ, നാളെ അവരുടെ ഡ്രസ്സിന് പൈസ ഉണ്ടോ, വീട്ടിൽ അമ്മച്ചിക്ക് മരുന്ന് മേടിച്ചോ, അച്ഛന് മരുന്ന് മേടിച്ചോ, ഇതൊക്കെയുള്ള ചിന്തയായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനത്തെ ചിന്തയൊന്നും അല്ല. അവരുടെ കാര്യങ്ങൾ, അവരുടെ കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, അവരുടെ ജീവിത സുഖം, അവർക്ക് എവിടെല്ലാം പോകാം, എൻജോയ് ചെയ്യാം എന്നാൽ അവരൊന്നും ആലോചിക്കുന്നില്ല. അവർ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു 100-ന് 99% അന്ന് അങ്ങനത്തെ തലമുറകളാണ്. കുറച്ച് വല്ലതും മാത്രമേ ഉള്ളൂ മാതാപിതാക്കളെ എന്ന് പറഞ്ഞ് ജീവൻ കളയുന്നു. അവർക്ക് അനുഗ്രഹവുമാണ്. അവരുടെ പൈസ, നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നീ തിന്നുമെന്ന് പറഞ്ഞതുപോലെ ആശുപത്രിക്കാർ തിന്നത്തില്ല, വേറുള്ളവരും കഴിക്കത്തില്ല. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നീ തന്നെ കഴിക്കും. അതാണ് അനുഗ്രഹം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഴയ കാലമൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോട്ടെ. ബാ, മരുന്ന് കഴിക്കാം. ബാ, ആലോചിച്ചും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. മരുന്ന് കഴിക്കാൻ സമയം കഴിഞ്ഞു. എഴുന്നേറ്റ് വാ.